ചോദ്യം: അടിമത്തമോചനം ലഭിച്ചവരിൽ ആദ്യം ഇസ്ലാം വിശ്വസിച്ചത് ആര്? ഉത്തരം: സെയ്ദ് ബിൻ ആരിസ് റളിയല്ലാഹു അൻഹു. ചോദ്യം: പ്രബോധനം ആദ്യം ആരെ ക്ഷണിച്ചുകൊണ്ട്? ഉത്തരം: തൻ്റെ കുടുംബങ്ങളെ ക്ഷണിച്ചുകൊണ്ട്. ചോദ്യം: കുടുംബങ്ങളെ ക്ഷണിച്ച സ്ഥലം? ഉത്തരം: സഫാ താഴ്വരയിൽ. ചോദ്യം: ശക്തമായി പ്രവാചകത്വം തള്ളിയ ബന്ധു? ഉത്തരം: പിതൃവ്യൻ അബൂലഹബ്. ചോദ്യം: ഇത് ബന്ധപ്പെട്ട് അവതരിച്ച ഖുർആനിക അദ്ധ്യായം? ഉത്തരം: സൂറത്തുൽ മസദ്. ചോദ്യം: അബൂലഹബിൻ്റെ ഭാര്യ? ഉത്തരം: ഉമ്മു ജമീൽ. ചോദ്യം: നുബുവത്തിൻ്റെ 2-ാം വർഷം മുസ്ലിമായ പ്രമുഖൻ? ഉത്തരം: ഹംസ റളിയല്ലാഹു അൻഹു. ചോദ്യം: നുബുവത്തിൻ്റെ 6-ാം വർഷം മുസ്ലിമായ പ്രമുഖൻ? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം: ശത്രുക്കളുടെ മർദ്ദനം ശക്തിയായപ്പോൾ എവിടേക്കാണ് ആദ്യം ഹിജ്റ പോയത്? ഉത്തരം: ഹബ്ഷ, എത്യോപ്യ. ചോദ്യം: പ്രബോധനത്തിന് തടസ്സമായപ്പോൾ എവിടെയാണ് ദീനീ പഠനവും ആരാധനകളും നടത്തിയത്? ഉത്തരം: ദാറുൽ അർഖം. ചോദ്യം: രഹസ്യ പ്രബോധനം എത്ര വർഷം? ഉത്തരം: ആദ്യത്തെ 3 വർഷം. ചോദ്യം: 2-ാം ഹബ്ഷ പലായനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം: 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ചോദ്യം: നജ്ജാശി രാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതാരായിരുന്നു? ഉത്തരം: ജഅഫർ റളിയല്ലാഹു അൻഹു. ചോദ്യം: നജ്ജാശി രാജാവിൻ്റെ സദസ്സിൽ ജഅഫർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്ത സൂറത്ത്? ഉത്തരം: സൂറത്ത് മറിയം. ചോദ്യം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: ബനൂ സഖീഫ് ഗോത്രക്കാരെ ക്ഷണിക്കലും സഹായം തേടലും. ചോദ്യം: ത്വായിഫ് യാത്ര നുബുവത്തിൻ്റെ എത്രാം വർഷം? ഉത്തരം: നുബുവത്തിൻ്റെ 10-ാം വർഷം. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാലിൽ കല്ലെറിയുകയും പരിഹസിക്കുകയും ചെയ്തവർ? ഉത്തരം: ത്വായിഫുകാർ. ചോദ്യം: മടക്കയാത്രയിൽ ഇസ്ലാം സ്വീകരിച്ച ക്രിസ്തുമത വിശ്വാസി? ഉത്തരം: നീനുവ നിവാസി അദ്ദാസ്. ചോദ്യം: മദീനയിൽ മതം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചത് ആരെയായിരുന്നു? ഉത്തരം: മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചോദ്യം: മദീനയിൽ 12 പേർ ഇസ്ലാം സ്വീകരിച്ചതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അംഗീകരിക്കുമെന്നും പാപങ്ങളിൽ വിട്ടുനിൽക്കുമെന്ന പ്രതിജ്ഞ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: 1-ാം അഖബ ഉടമ്പടി. ചോദ്യം: എവിടെ വെച്ചായിരുന്നു ഈ കരാർ നടന്നത്? ഉത്തരം: മദീനയിൽ ജംറത്തുൽ അഖബയിൽ വെച്ച്. ചോദ്യം: എന്തായിരുന്നു 2-ാം അഖബ ഉടമ്പടി? ഉത്തരം: മദീനയിൽ വന്നാൽ എല്ലാവിധ സംരക്ഷണവും നൽകാം എന്ന ഉടമ്പടി. ചോദ്യം: എവിടെ വെച്ചായിരുന്നു 2-ാം അഖബ ഉടമ്പടി? ഉത്തരം: ജംറത്തുൽ അഖബയിൽ വെച്ച്. അർദ്ധരാത്രി അതീവ രഹസ്യമായി ചെയ്ത കരാർ. ചോദ്യം: ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ സൂറത്ത്? ഉത്തരം: സൂറത്ത് ത്വാഹ. ചോദ്യം: ഈ സൂക്തങ്ങൾ ആരായിരുന്നു പാരായണം ചെയ്തിരുന്നത്? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി